ഹലോ ഗൈസ്, മൂവിയുടെ തുടക്കം തന്നെ നമ്മളുടെ കഥാനായികയായിട്ടുള്ള അനുസൂയ അനുവിനെയാണ് കാണിക്കുന്നത്. അവള് ഭയങ്കര മൂഡൗട്ടായിരുന്നു. ഇന്ന് അവളുടെ 23ാമത്തെ ബർത്ത്ഡേ ആണ്. ഇന്ന് അവളൊരു വലിയ ഡിസിഷൻ എടുത്തേക്കാണ് ആത്മഹത്യ ചെയ്യാന്നുള്ളത്. അവൾ അങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി കൈ മുറിക്കുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ അവളുടെ അമ്മ അവളെ ഡോക്ടർ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാവരും കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാനായിട്ട് ഷോപ്പിങ്ങിനാണ് പോവാ. ഇവളെന്താ സൂയിസൈഡ് ചെയ്യാൻ പോയതെന്ന് അമ്മ അവളോട് ചോദിക്കുന്നുണ്ട്. അമ്മയുടെ പേര് മഹാന്നായിരുന്നു, മഹാലക്ഷ്മി. മഹക്ക് അവളുടെ ഭർത്താവ് വിളിച്ചിട്ട് ഇപ്പോ ബില്ലടക്കേണ്ട കാര്യത്തെ പറ്റി ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കാണ്. അയാൾക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ അറിയാത്ത പോലെ. അതുകൊണ്ട് തന്നെ മഹ തന്റെ മകളെ ഉപദേശിക്കുന്നത് നിർത്തിയിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സംഭവം ഭർത്താവ് ബില്ലേട്ടാനൊന്നും നിന്നേക്ക് ആയിരുന്നില്ല, അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ മോൾ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ഉപദേശത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഒരച്ഛൻ പറയുന്നുണ്ട്. അനുവിന് അവളുടെ അമ്മയെ പേടിയും റെസ്പെക്റ്റും ഒക്കെ ആണെങ്കിൽ അവളുടെ അച്ഛൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ വീട്ടില് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഏക വ്യക്തി അവളുടെ അച്ഛനായിരുന്നു. അമ്മ ഒരു കാര്യം അവളുടെ നോക്കുന്നില്ല എന്നല്ല പറയേണ്ടത്, അമ്മ എല്ലാ കാര്യവും ഇൻക്ലൂഡ് അവൾ ഏത് ഡ്രസ്സ് ഇടണമെന്ന് പോലും തീരുമാനിക്കുന്നത് അവളുടെ അമ്മയായിരുന്നു. അതിന് മാച്ച് ആയിട്ടുള്ള ആഭരണവും എല്ലാതും അമ്മ തന്നെയാണ് എടുത്തു വെക്കുക. ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. മഹ എന്തോ ഒരു മീറ്റിംഗിന് വേണ്ടി ചെന്നൈയിലേക്ക് പോകാണ്. തന്റെ മകളെ പെണ്ണ് കാണാനായി ശേഖർ എന്ന് പറഞ്ഞ ഒരാള് വരുന്നുണ്ടായിരുന്നു. അയാള് വരുമ്പോൾ അയാളുടെ ഒപ്പം ഡിന്നറിന് പോകുമ്പോ ഏത് ഡ്രസ്സൊക്കെ ആണ് ഇടണ്ടേന്ന് അനുവിന് പറഞ്ഞു കൊടുത്ത് അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു പ്രപ്പോസലിന് അനുവിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മയുടെ കൂടെ വരുന്നുണ്ടെന്ന് അവള് പറയുന്നുണ്ടെങ്കിലും മഹ അതിന് സമ്മതിക്കുന്നില്ല. അച്ഛന്റെ പോലെ നീ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കല്ലേ എന്നാണ് അവള് പറയുന്നത്. ഇപ്പൊ അമ്മയുടെ കൂട്ടുകാരിയായിട്ടുള്ള ലതാൻഡി അവിടേക്ക് വരുന്നുണ്ട്. ലതാൻഡിയെ എപ്പോ കണ്ടാലും കെട്ടിപ്പിടിച്ച ഒരു ഉമ്മം കൊടുക്കണം എന്നാണ് അമ്മ അവൾക്ക് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അത് അവള് ഫോളോ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടാതെ. ഈ ഒരു കംപ്ലൈന്റ്സ് എല്ലാം അവള് പറയാറുള്ളത് അവളുടെ അച്ഛനോടായിരുന്നു. ഇപ്പൊ ആ ഒരു കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അവളെ കൂട്ട് നിൽക്കുന്നുണ്ട്. ശേഖർ എന്ന് പറഞ്ഞ ആളുടെ മുത്തശ്ശനെ വിളിച്ച് ആ ഒരു വീട്ടുകാർക്ക് ഇതിൽ താല്പര്യം ഇല്ലാന്ന് ഡയറക്റ്റ് വിളിച്ച് പറയാണ്. അങ്ങനെ ആ ഒരു കല്യാണമല്ല, ആ ഒരു പെണ്ണ് കാണല് ആ അച്ഛൻ മുടക്കുന്നുണ്ട്. അതിൽ അനുവിന് വലിയ സന്തോഷമാണ്. ഇപ്പോ തന്റെ അമ്മയുടെ പേര് കേൾക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് അനു ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അനുവിന്റെ അച്ഛൻ ചെന്നൈയിലുള്ള മഹയുടെ വീട്ടിലേക്ക് 10 ദിവസം വെക്കേഷന് വേണ്ടി പൊക്കോളാനായിട്ട് പറയാണ്. അതൊരു ഗ്രാമപ്രദേശമായിരുന്നു. അനുവിന് അതിൽ താല്പര്യമുണ്ട്. ഒറ്റക്ക് പോകാൻ അവൾക്ക് പേടിയുള്ളോണ്ട് തന്നെ വീട്ടിലെ ജോലിക്കല്ലാ നിൽക്കുന്ന മംഗല എന്ന് പറഞ്ഞ പെണ്ണിനെയും അവളുടെ കൂടെ അയക്കുന്നുണ്ട്. അവള് ട്രെയിൻ വഴിയാണ് ആ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ ട്രെയിനിൽ നിൽക്കുന്ന സമയം ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പയ്യൻ ഓടി വന്ന്, അത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ആനന്ദാണ്, അനുവിനോട് തന്നെ പിടിച്ചു കയറ്റാനായിട്ട് പറയുന്നുണ്ട്. അവളും കൈ പിടിക്കുന്നുണ്ടെങ്കിലും സ്പോട്ടിൽ തന്നെ അവള് കൈ വിട്ടിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോവാണ്. ഇതുകൊണ്ട് തന്നെ ആനന്ദിനും അവളോട് ദേഷ്യം വരുന്നുണ്ട്. ആനന്ദ് ഇപ്പൊ ട്രെയിനിൽ കയറിയിട്ട് നേരെ അനുവിന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഒരു പെൺകുട്ടി ഒന്ന് ചിരിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് കയറി ഇരുന്നോളുന്നു അവൾ അവനെ തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പൊ അനുവിന്റെ അച്ഛൻ അവള് ചെയ്യുന്നുണ്ട്. അനുവിന് ആ ഒരു ഗ്രാമത്തിലേക്ക് ഒറ്റക്ക് പോകാൻ വഴി അറിയാത്തോണ്ട് തന്നെ അവളുടെ ആന്റിയുടെ മകൻ അവളെ പിക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ടെന്നും അവനൊരു കള്ളി ഷർട്ടും ജീൻസ് എല്ലാമാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ് ഹിൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുവിനും തന്റെ മുന്നിലിരിക്കുന്നത് ആ ഒരു ആന്റിയുടെ പയ്യനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴാണ് അവൾക്ക് അവൻ എന്തിനാണ് അവിടെ വന്നിരുന്നേന്ന് പിടികിട്ടുന്നത്. ആനന്ദ് ഒരു കാറ്ററിംഗ് സർവീസ് നടത്താണ്. അതിൽ അവനക്ക് വലിയ നാണക്കേടായിരുന്നു. പഠിച്ചവിടേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ള ഒരു നാണക്കേട്. അനുവിന്റെ അച്ഛൻ ആനന്ദിനോട് പറഞ്ഞിട്ടുണ്ട് അവൾ ഇപ്പൊ അടുത്താണ് സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് ആത്മഹത്യാന്നോ കൊലപാതകന്നോ ആക്സിഡന്റെന്നോ അങ്ങനത്തെ ഒരു വേർഡ്സ് അവൾ കേൾക്കാനായിട്ട് ഇടവരരുതെന്ന്. അവൻ പത്രം വായിക്കുമ്പോ അതിലൊരു സൂയിസൈഡ്, അതിൽ കൂടെ പോകുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സൂയിസൈഡ് ആക്സിഡന്റ് ഇതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ അതൊന്നും അവള് കേൾക്കാതിരിക്കാൻ വേണ്ടി ഓരോന്ന് പരിശ്രമിക്കുന്നത് കണ്ട് അനുവിന് തന്നെ ചിരി വരാണ്. അങ്ങനെ ആ ഒരു ഗ്രാമത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അനുവിന് ആ ഒരു ഗ്രാമം വലിയ ഇഷ്ടാവാണ്. വഴിയിൽ വെച്ചിട്ട് വെല്ലം വെങ്കണ്ണ എന്ന് പറഞ്ഞ ഒരാളുടെ പയ്യനുമായിട്ട് അനുവിനെ മോശം പറഞ്ഞുകൊണ്ട് ആനന്ദ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫൈറ്റിൽ തന്നെ എന്തോ അനു വീണു പോവാണ്. അവൾക്ക് എന്തോ അവനോട് ഒരു ഇഷ്ടം തോന്നാണ്. അനുവിനെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവൾക്ക് ആ ഒരു വീടും അവിടുത്തെ ആൾക്കാരെയും ആനന്ദിന്റെ അനിയത്തിയായിട്ടുള്ള ഭാനുവിനെയും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. രാവിലെ തന്നെ അവൾ കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. അവളുടെ വീടിന്റെ ബാത്റൂമിനെ പോലെ വലുതൊന്നും അല്ലെങ്കിലും നല്ല ഓപ്പൺ ആയിട്ടുള്ള ബാത്റൂം. അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്താന്ന് വെച്ചാല് അവളുടെ അമ്മ ഷാമ്പു ബോട്ടിൽസ് ഒക്കെ ഏറ്റവും മുകളിൽ കൊണ്ടുവെക്കുമായിരുന്നു. എന്നിട്ട് അത് എടുക്കാനായിട്ട് അവൾക്ക് പറ്റിയാൽ മാത്രമേ അന്ന് അവൾക്ക് തല നനച്ച് കുളിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് അമ്മ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അവളുടെ ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എന്നാൽ അവൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ബാത്റൂമില് അവൾക്ക് കൈ എത്തുന്ന ദൂരത്തിലായിരുന്നു ഷാമ്പു വെക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. ഭാനു എല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോ ഷവർ ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ട് ഇത് സ്വർഗ്ഗാണെന്നാണ് അവള് പറയുന്നത്. ആനന്ദ് ഇപ്പൊ അനുവിനോട് ചെന്നിട്ട് ഇവിടെ ഒരു കുറവില്ലല്ലോ, എന്തെങ്കിലും നിനക്ക് വേണോ, സ്വീറ്റ്സോ രസഗുളോ ലഡു സോനു പാപ്പിടി അങ്ങനെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുമ്പോ അവള് ചോദിക്കുന്നത് എനിക്കൊരു TV വേണമെന്നാണ്. വീട്ടിലൊരു TV ഓൾറെഡി ഉണ്ട്, പക്ഷെ അവൾക്ക് ഇംഗ്ലീഷ് ചാനൽസ്
ഒക്കെയാണ് കാണേണ്ടത്. അത് മാത്രമല്ല ലേറ്റ് നൈറ്റിൽ അവൾക്ക് TV കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അവൾക്ക് പുതിയ TV തന്നെ വേണമെന്ന് പറയാണ്. അതുപോലെ ഇവിടെ ഭയങ്കര ചൂടാന്ന് പറഞ്ഞിട്ട് AC വേണമെന്ന് പറയുന്നുണ്ട്. ACക്ക് പകരമായിട്ട് അവൻ ജനൽ തുറന്ന് അടച്ചാൽ മതി, അപ്പൊ ശരിയാവുന്ന് അനുവിനെ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിക്കാണ്. എന്നാലും ആ ഒരു TV വാങ്ങണമല്ലോ. TV വാങ്ങാനായിട്ട് അവര് ഷോറൂമിലേക്ക് പോകുന്നുണ്ട്. ആനന്ദ് 50Kയുടെ TV ചൂണ്ടിക്കാണിക്കുമ്പോ അനു ചൂണ്ടിക്കാണിച്ചത് 90Kയുടെ TV ആയിരുന്നു. അവൾ അത്രയും എക്സ്പെൻസീവ് ആണ്. അവസാനം ഒരു നിവൃത്തിയില്ലാതെ അവൻ ആ ഒരു TV വാങ്ങുന്നുണ്ട്. ഇപ്പൊ ബല്ലൻ വെങ്കണ്ട എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാളെ കാണിക്കുന്നുണ്ട്. അയാൾ നാട്ടുകാരുടെ മുന്നിലൊക്കെ ഭയങ്കര എളിമത്തത്തോടു കൂടി പൈസയുടെ ഹുങ്ക് ഞാൻ കാണിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നടക്കുന്നതെല്ലാം. നടന്നേ അയാൾ പോകൂ, കാരണം ബാക്കിയുള്ള ഒരു അഹങ്കാരാണെന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷെ അയാളുടെ പിന്നിലായിട്ട് ലക്ഷറി കാർസ് ഉണ്ടാവും. സർവൻസ് എല്ലാം കാലി വീഴാൻ പോകുമ്പോ അയാൾ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾക്കത് വീഴിപ്പിക്കാനാണ് ആഗ്രഹം. അങ്ങനെ ഒരു എളിമത്തം അഭിനയിക്കുന്ന ഒരാളായിരുന്നു ബല്ലൻ വെങ്കണ്ണയും നമ്മുടെ ആനന്ദും തമ്മിൽ അത്രക്ക് അങ്ങോട്ട് ചേരിലായിരുന്നു. അന്ന് രാത്രി ആനന്ദ് അവന്റെ അമ്മയോട് അനുകാരന് ഇത്രയും രൂപ ചെലവായി എന്നുള്ളത് ഒരു കുറ്റം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും അനു കേൾക്കുന്നുണ്ട്. അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാണ്. അന്ന് അവള് ഫുഡ് കഴിക്കാനായിട്ട് വന്നില്ല. ആനന്ദ് അതറിഞ്ഞിട്ട് അവള് ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. അവൾ ഇപ്പോഴും ദേഷ്യത്തിലായിരുന്നു. ആ ദേഷ്യമൊന്നും വകവെക്കാതെ ഫുഡ് കഴിക്കാതെ കിടക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ ആനന്ദ് അവളെ പൊക്കിയെടുത്ത് എല്ലാവരുടെ കൂടെയും കൊണ്ടുപോയി ഇരുത്താണ്. എല്ലാവരും അത് കണ്ട് ചിരിക്കുകയാണ്. കൂട്ടത്തില് അനുവും ചിരിക്കുന്നുണ്ട്. അവളുടെ വീട്ടിലാണെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നിനും തന്നെ പറ്റില്ലായിരുന്നു. എല്ലാത്തിനും കുറെ റെസ്ട്രിക്ഷൻസ് ആണ്. അനുവിന് പാട്ട് പഠിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് അമ്മ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അന്ന് അവൾക്ക് പാട്ട് വരുന്നില്ല. പിയാനോ പഠിപ്പിക്കുന്നുണ്ട്, അതും അവൾക്ക് അറിയുന്നില്ല. ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, അതും അറിയുന്നില്ല. ആക്ടിങ്ങും അറിയുന്നില്ല. അവസാനം മഹ അനുവിനെ അവളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓഫീസിലുള്ള ഒരാൾ കരയുന്നത് കണ്ടിട്ട് 10,000 രൂപ കടം ചോദിച്ച അയാൾക്ക് 10 ലക്ഷമാണ് അനു എഴുതി കൊടുത്തത്. അതുകൊണ്ട് തന്നെ മഹ അവളെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് നിർത്താണ്. മഹ ഇതിന്റെ പേരിൽ അനുവിന് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് അവളുടെ അച്ഛനാണ് അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ പറയാണ് അവൾക്ക് പാട്ടിലും ഡാൻസിലും ഒന്നും കഴിവില്ലായിരിക്കാം, പക്ഷെ അവൾക്ക് കുടുംബജീവിതം നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അറിയാമെന്ന്. അനുവിനിപ്പോ മഹനെ കാണുന്നത് തന്നെ പേടിയാണെന്ന് മനസ്സിലാക്കിയ മഹയും അച്ഛൻ മകളെ വശത്താക്കി വെച്ചേക്കാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോവാണ്. പക്ഷെ ഇവിടെ അവള് ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ചിട്ടാണ് ഫുഡെല്ലാം കഴിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന മംഗല നീ നിന്റെ അമ്മയെ പോലെ ഭയങ്കര ഗൗരവം പിടിച്ചിരിക്കാനായിട്ട് അനുവിനോട് പറഞ്ഞതും ഇപ്പോ അനു ആ ഒരു രാത്രി സമയത്ത് ആനന്ദിനെ റൂമിലേക്ക് വിളിച്ച് ഇവിടെ ഒരു എലി ഉണ്ടെന്നും ആ ഒരു എലിനെ പിടിച്ചു തരാനായിട്ട് പറയാണ്. അത് മാത്രല്ല ആ ഒരു ജനല് തുറന്നടിക്കാനുള്ള ഡ്യൂട്ടിയും അവരെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്. വീട്ടിലാന്ന് വെച്ചാല് അനു അവിടെ ഇല്ലാത്ത കാര്യം ആരും അറിയാൻ പാടില്ലല്ലോ. മഹക്കാണെന്ന് വെച്ചാൽ ഒരു മാനേജർ ഉണ്ടായിരുന്നു, ഗോപാൽ എന്നാണ് പേര്. അവൻ എല്ലാ സമയത്തും മഹക്ക് അനുവിന്റെ ഈ ഒരു കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു അച്ഛൻ ഇപ്പോ വോയിസ് റെക്കോർഡൊക്കെ വെച്ചിട്ടാണ് അനു അവിടെ ഉണ്ടെന്നുള്ള ഒരു നാടകം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രല്ല അവളുടെ രൂപത്തിലുള്ള ഒരു ബൊമ്മ ഉണ്ടാക്കി അതിലൂടെ നിഴല് പോലെ നടത്തിക്കുന്നുണ്ട്. അത് കണ്ട ഗോപാൽ അനു അവിടെ തന്നെ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അനു നന്നായി തന്നെ ആനന്ദിന്റെ പൈസ ചെലവാപ്പിക്കുന്നുണ്ടായിരുന്നു. അവന് വേണ്ടുവോളം അവള് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ ഭാനുവിന് പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വരുന്നുണ്ട്. അനു നന്നായി തന്നെ അവള് മോഡേൺ ആയിട്ട് ഒരുക്കി കൊടുക്കാണ്. പക്ഷെ ആനന്ദിന് ഇത് കണ്ടിട്ട് അത്രക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അവളോട് നാച്ചുറൽ ആയിട്ട് വരാനായിട്ട് ആനന്ദ് ആവശ്യപ്പെടാണ്. ഭാനുവും നാച്ചുറലായി വന്നതിന് ശേഷമാണ് ആനന്ദ് ഇപ്പോഴാണ് നിന്നെ കാണാൻ ഭംഗിയെന്ന് പറയുന്നത്. ഇപ്പൊ ആ ഒരു പയ്യനാന്ന് വെച്ചാല് ഭാനുവിനെ കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു പയ്യനെ കണ്ടിട്ട് അനുവിന് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കല്യാണം മുടക്കണമെന്ന് അനു കരുതാണ്. അവൾ ആ സമയം സാരി എടുത്ത് വന്ന് ഈ ഒരു ചെക്കന്റെ മുന്നിൽ കൂടെ ആനന്ദിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഒരു പയ്യനാണെന്ന് വെച്ചാൽ ഇപ്പൊ പെണ്ണിനെ നോക്കാതെ അനുവിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനന്ദിന് അവന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു കല്യാണം വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ വകയിലെ മുത്തശ്ശി മരിച്ചു എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടേക്ക് പോകുന്നുണ്ട്. ആ ഒരു മരണ വീട്ടിൽ വെച്ചിട്ടാണ് ആരോ മുത്തശ്ശിയോട് ഒന്നാമത്തെ ഭർത്താവ് മരിച്ചപ്പോ രണ്ടാമത് കല്യാണം കഴിക്കാത്തത് എന്തേ എന്ന് ചോദിച്ചു അത്രേ. അത് അനു ആയിരുന്നു ചോദിച്ചിരുന്നത്. അത് ആലോചിച്ച് ചിരിച്ചിട്ടാണ് അത്രേ ആ ഒരു മുത്തശ്ശി മരിച്ചു പോയത്. അത് കേട്ടിട്ട് ആ ഒരു മരിച്ചു കൊടുത്തിരുന്നിട്ട് അനു ചിരിക്കാണ്. ആനന്ദ് അവളെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ അവരെല്ലാവരും കൂടിയിരുന്ന് ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നാഗവല്ലിയുടെ എൻട്രി. ആരാണ് ഈ നാഗവല്ലി എന്ന് വെച്ചാല് ബല്ലൻ രംഗണ്ണന്റെ മകളായിരുന്നു നാഗവല്ലി. ബല്ലൻ രംഗണ്ണക്ക് ഈ നാഗവല്ലിയെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതല് അവളെ തലയിൽ വെച്ചിട്ടാണ് ഇയാള് വളർത്തിയിരുന്നത്. അവൾക്ക് വെള്ളാനയെ കാണുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആനക്ക് തന്നെ പെയിന്റ് അടിക്കുന്നുണ്ട്. ക്ലാസ്സിലെ സാർ അവളെ തല്ലിന്ന് പറഞ്ഞ ആ സാറിനെ ഗുണ്ടകളെ വെച്ച് തല്ലിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മകൾക്ക് വേണ്ടി ജീവിച്ച ഒരാളായിരുന്നു വെങ്കണ്ണ. ഇപ്പൊ ആനന്ദിന് നാഗവല്ലിയെ പെണ്ണ് ചോദിച്ചിട്ടിരിക്കുകയാണ്. അതായത് അവരുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ച പോലെയാണ്. ഭാനുവിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് രണ്ടുപേരും കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. ഈ നാഗവല്ലിക്ക് ആനന്ദിന് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് ഒരു ഉത്സവത്തിന്റെ അന്ന് നാഗവല്ലിയുടെ ചേട്ടൻ, അതായത്
വല്ലൻ രംഗണ്ണയുടെ മകൻ ഭാനുവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനന്ദ് അവരെ കയറി അടിക്കാണ്. ഇത് കണ്ട നാഗവല്ലിക്ക് ആനന്ദിനോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ആ ഒരു വിവരം അവളുടെ അച്ഛനോട് ചെന്ന് അവള് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ആനന്ദിനെ വിളിച്ചിട്ട് അവന്റെ കടത്തെ പറ്റിയും വീടിനെ പറ്റിയും ബിസിനസിനെ പറ്റിയും ഒക്കെ പറഞ്ഞ് അവന്റെ കടം എല്ലാം തീർക്കാന്നും പറഞ്ഞിട്ട് അവനെ വിലക്കെടുക്കുന്ന പോലെ നാഗവല്ലിക്ക് ഓർപ്പിച്ചിട്ടേക്കാണ്. ഭാനുവിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കല്യാണം നടക്കൂ എന്ന് അപ്പൊ തന്നെ ആനന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കഥകളെല്ലാം ഭാനു ഇപ്പോ അനുവിനോട് പറയാണ്. അവൾക്ക് പക്ഷെ ഈ കഥ അത്രക്കങ്ങട് ഇഷ്ടപ്പെട്ടിട്ടില്ല. നാഗവല്ലിയെ അനുവിന് കാണുന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. നാഗവല്ലി അവിടേക്ക് എത്തുന്നുണ്ട്. നാഗവല്ലിക്ക് ആനന്ദിനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ അവന്റെ മുന്നിലേക്ക് പോകാനാണെങ്കിലോ അവൾക്ക് ഭയങ്കര നാണക്കേടാണ്. ആനന്ദിന്റെ ഷർട്ട് എടുത്തിട്ട് അവള് എന്തോ ഒക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നത് കണ്ട് അനുവിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നാഗവല്ലി ഇപ്പൊ ആ ഒരു വീട്ടിൽ ഓവറായിട്ട് സ്വാതന്ത്ര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദിന്റെ അമ്മയെ അമ്മ അമ്മ എന്ന് വിളിച്ച് അവളുടെ പിന്നാലെ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. സ്വന്തം വീട് പോലെയാണ് അവള് പെരുമാറുന്നത്. അത് കണ്ടിട്ട് അനുവിന് അത്രക്കും ഇങ്ങോട്ട് പിടിക്കുന്നുമില്ല. അമ്മ അവളോട് ചോറ് കഴിക്കാനായിട്ട് പറയുമ്പോ നാഗവല്ലി ഗസ്റ്റുകളൊക്കെ കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞ് ഒന്ന് അനുവിനെ മൂച്ചേറ്റുന്നുണ്ട്. അവളും ദേഷ്യത്തോടുകൂടി പിണങ്ങിപ്പോയി അവിടെ കിടക്കാണ്. അവള് ചോറ് കഴിച്ചിട്ടില്ല എന്ന് അറിഞ്ഞ ആനന്ദും അവളെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പോകുന്നുണ്ട്. എടുത്തു കൊണ്ടുപോയാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് അവള് വാശി പിടിച്ചുകൊണ്ട് നാഗവല്ലിയുടെ മുന്നിൽ കൂടെ തന്നെ അവളെ എടുത്തോണ്ട് ആനന്ദ് വരുന്നുണ്ട്. ഇത് കണ്ട നാഗവല്ലിക്കും ദേഷ്യം വരാണ്. ശരിക്കും അനു നാഗവല്ലിയോടൊന്ന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത്. ഇപ്പൊ അവള് ചെയ്തത് ആലോചിച്ച് അവൾ ഓർക്കുന്നുണ്ട്. അമ്മയോടുള്ള ദേഷ്യത്തിന് ഞാൻ സൂയിസൈഡ് ചെയ്ത പോലെയാണ് ഇപ്പൊ ഈ കാര്യം ഞാൻ ചെയ്യിപ്പിച്ചതെന്ന്. ആക്ച്വലി പാട്ടിലും ഡാൻസിലും വേറെ ഒന്നിലും അവൾക്ക് കഴിവില്ലാത്തോണ്ട് തന്നെ അവളുടെ അമ്മ അവളെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ പറയാണ് അവൾക്ക് പാട്ടിലും ഡാൻസിലും ഒന്നും കഴിവില്ലായിരിക്കാം, പക്ഷെ അവൾക്ക് കുടുംബജീവിതം നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അറിയാമെന്ന്. അതുകൊണ്ട് അവളുടെ അമ്മ ശേഖരനെ അവൾക്ക് വേണ്ടി കണ്ടുപിടിക്കുന്നുണ്ട്. വേഗം തന്നെ കല്യാണത്തിന് റെഡി ആവാനും പറയാണ്. ആ ഒരു ശേഖരന്റെ വീട്ടിൽ 25 ജോലിക്കാരാണ് ഉള്ളത്. അതുകൊണ്ട് അനുവിന് ജോലി എടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അത് മാത്രമല്ല അവർ വെൽ സെറ്റിൽഡ് ആൻഡ് റിച്ച് ഫാമിലിയാണ്. അതുകൊണ്ട് അനുവിന് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. ഇതാണ് അനുവിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നാണ് അവളുടെ അമ്മ പറയുന്നത്. എന്നാൽ അനുവിന് ഈ ഒരു ഗിഫ്റ്റ് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ അന്ന് ആ ഒരു കൈ മുറിച്ചത്. ഇപ്പൊ അനു നാഗവല്ലിയെ അങ്ങനെ മൂശയേറ്റുകൊണ്ട് തന്നെ അവളിപ്പോ വീട്ടിൽ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കാണ്. ആ ഒരു പെണ്ണ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി ബെല്ലൻ രംഗണ്ണ അനുവിന്റെ അച്ഛനെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. എന്നാ ചീത്ത ഒന്നും പറയാതെ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്ന് നാഗവല്ലി അയാളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ഭാര്യയെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്താണ്. എന്നാൽ അതിന്റെ ആവശ്യമില്ല, അവളെ വേഗം തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്നാണ് ആ ഒരു അച്ഛൻ പറയുന്നത്. ആ ഒരു അച്ഛൻ വെങ്കണ്ണയോട് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം മാനേജർ ആയിട്ടുള്ള ഗോപാല് കേൾക്കുന്നുണ്ട്. അങ്ങനെ അനു അവിടെ ഇല്ല എന്നുള്ള കാര്യം ഗോപാല് മനസ്സിലാക്കാണ്. ഈ ഒരു വിവരം ആ ഒരു സ്പോട്ടിൽ തന്നെ മഹക്ക് വിളിച്ച് ആ ഒരു ഗോപാൽ അറിയിക്കുകയാണ്. അവളോട് ഇപ്പൊ തന്നെ ബാംഗ്ലൂരിലേക്ക് വരാനും വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ ടാക്സി വിടുന്നില്ല, അവിടുന്ന് മാഡം ടാക്സി വിളിച്ച് വന്നാൽ മതി, എന്നാലേ ഇവരെ കള്ളത്തരം കൈയോടെ പിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. തന്റെ ഭാര്യ ഇപ്പൊ തന്നെ വരും എന്ന് മനസ്സിലാക്കിയ അയാളും 5 മണിക്കൂറിനുള്ളിൽ അനുവിനെ ഇവിടെ എത്തിക്കണമെന്ന് ആനന്ദിനോട് പറയാണ്. ആനന്ദ് അതിന് സമ്മതിക്കുകയാണ്. ഇപ്പൊ ഒരു ജീപ്പ് എടുത്ത് ആനന്ദ് അനുവിനെയും മംഗളയെയും തിരിച്ചു ആക്കാനായിട്ട് പോവാണ്, അതും ബാംഗ്ലൂർക്ക്. അവൻക്ക് ആ ഒരു ജീപ്പ് എങ്ങനെ കിട്ടിയെന്ന് അനു ചോദിക്കുന്നുണ്ട്. അത് അവൻക്ക് കൊടുത്തത് തന്നെ നാഗവല്ലി ആയിരുന്നു. അനുവിനെ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജീപ്പ് എന്ന് പറഞ്ഞതും അവൾ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ ഒരു ജീപ്പ് കൊടുത്തത്. അതായത് അനു അവിടെ നിന്ന് പോകണം തന്നെ ആയിരുന്നല്ലോ നാഗവല്ലിയുടെ ആഗ്രഹം. ഇപ്പൊ ഈ ടൈമില് ചെന്നൈയിൽ നിന്ന് തിരിച്ച് മഹയും നാട്ടിലെത്തുന്നുണ്ട്. സെക്രട്ടറി ആയിട്ടുള്ള ഗോപാൽ അവരുടെ വീടിന്റെ ഫ്രണ്ടില് മഹ വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് അവന്റെ കണ്ണി പെടാതെ തന്നെ അനുവും മംഗലയും അകത്തേക്ക് കയറുന്നുണ്ട്. അച്ഛൻ അവളുടെ ലഗേജ് ഒക്കെ ഓട്ടി തന്നെ ഒളിപ്പിക്കുന്നുണ്ട്. അനു നേരെ റൂമിൽ പോയി പൊതച്ചു മൂടി കിടക്കാണ്. ഈ സമയത്ത് തന്നെ മഹയും അവിടേക്ക് എത്തുന്നുണ്ട്. തന്റെ മകൾ ഉറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മഹ മാനേജർക്ക് തെറ്റുപറ്റിയതാണെന്ന് കരുതി അവിടെ നിന്ന് പോകാണ്. അനു സേഫ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ആനന്ദ് ഇപ്പൊ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അവൾക്ക് അവളുടെ അമ്മയെ ഇങ്ങനെ പറ്റിക്കുന്നതിൽ വലിയ ഇഷ്ടം തോന്നുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവളുടെ അമ്മയെ അവള് പറ്റിക്കുന്നത്. അതിന്റെ സമാധാനത്തിൽ അവൾ കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. ഇപ്പോഴാണ് മഹ ശേഖരന്റെ വീട്ടുകാർ ഇവളെ കാണാനായി എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത്. അതിൽ അനുവിന് വലിയ സങ്കടമാണെന്നാണ് മഹ വിചാരിക്കുന്നത്. എന്നാൽ അനു അത് കേട്ട് ചിരിക്കുമ്പോ അച്ഛനാണ് അവളെ കൂൾ ഡൗൺ ആക്കി നീ വിഷമിക്കേണ്ട മോളെ പറഞ്ഞ് മഹയുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നത്. എന്നാൽ മഹ ശേഖരന്റെ മുത്തശ്ശനെ വിളിച്ച് ഞങ്ങൾക്ക് ഈ ഒരു കല്യാണത്തിന് സമ്മതാണെന്നും നിങ്ങൾ ആരോ വിളിച്ച് തെറ്റിദ്ധരിച്ചതാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചക്ക് അവരെ എത്താമെന്ന് പറയാണ്. ഉച്ചക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അനു ഇപ്പോ ശേഖർ വരുന്ന സമയത്ത് ഏത് ഡ്രസ്സാണ് ഇടേണ്ടത്, ഏത് ആഭരണമാണ് ധരിക്കേണ്ടതെന്നെല്ലാം അമ്മയോട് ചോദിച്ച് സെറ്റ് ചെയ്ത് അത് തന്നെ ഇടുന്നുണ്ട്. ഇപ്പൊ ഉച്ചക്ക് ശേഖരന്റെ ആ ഒരു മുത്തശ്ശൻ വിളിച്ച് ഞങ്ങൾ വരുന്നില്ല എന്ന് അറിയിക്കുകയാണ്. ആക്ച്വലി അയാൾ ജസ്റ്റ് ഒന്ന് റിവെഞ്ച് എടുത്തതായിരുന്നു.
ആയിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമില്ല, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യാണ്. ഇതുകൊണ്ട് തന്നെ മഹക്ക് വലിയ അപമാനാവുന്നുണ്ട്. അനു ഇപ്പൊ സങ്കടം പോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ആനന്ദിനോട് അനുവിന് എന്തോ താല്പര്യം ഉണ്ടെന്ന് അവളുടെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. ഇതിനെ കുറിച്ച് അപ്പോഴാണ് അനുവും ചിന്തിക്കുന്നത്. പുറത്ത് ആനന്ദ് നിൽക്കുന്ന പോലെയല്ല അവൾക്ക് തോന്നാണ്. ആനന്ദിനും എന്തോ വീട്ടിലെല്ലാം അനുവിനെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അനു വന്ന് പോയതിനു ശേഷം നാഗവല്ലി വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയോണ്ട് വെങ്കണ്ണ ഇപ്പൊ അവരുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാനായി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നാ ഭാനുവിന്റെ കല്യാണം കഴിയാതെ ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്ന് ആനന്ദ് ഉറപ്പിച്ച് പറയാണ്. ഇതിൽ ദേഷ്യം വന്ന വെങ്കണ്ണ, എന്റെ മകള് സ്വത്തുള്ളോടത്തെയാണ് ഭംഗിയുള്ളോടത്താണ്, അതുകൊണ്ട് നല്ല ആലോചനകൾ കിട്ടും. പക്ഷെ നിന്റെ അനിയത്തി അങ്ങനെയല്ല, സ്വത്തും ഇല്ല ഭംഗിയും ഇല്ല, പിന്നെ എങ്ങനെ നല്ല ആലോചനകൾ കിട്ടാനാണെന്നൊക്കെ പറഞ്ഞു ഇവര് മോശം രീതിയിൽ പറഞ്ഞോണ്ട് തന്നെ അമ്മക്ക് അവിടെ വെച്ച് വയ്യാതാകുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോ ഈ വെങ്കണ്ണയുടെ കൂട്ടത്തിലുള്ള ഒരാള് ഭാനുവിന്റെ കാലില് വടികൊണ്ട് തട്ടി അവളെ വീഴ്ത്തിയിടാനായിട്ട് നോക്കുന്നുണ്ട്. ഇതിന്റെ ദേഷ്യത്തിൽ ഞാൻ പൈസ റെഡിയാക്കിയിട്ട് വരാന്ന് പറഞ്ഞ അവരെ ആശുപത്രിയിലേക്ക് അയച്ചതിന് ശേഷം ആനന്ദ് അവരോട് എല്ലാവരോടും തല്ലിടുന്നുണ്ട്. മഹയുടെ മാനേജർ ആയിട്ടുള്ള ഗോപാലും അവളെങ്ങനെ മിനിറ്റിനും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. കാരണം ആ ഒരു പുകഴ്ത്തുന്നത് കൊണ്ട് അവർക്ക് നല്ല ലാഭം ഉണ്ടായിരുന്നു. ഇപ്പൊ ബാനർജി എന്ന് പറഞ്ഞ, അതായത് ശേഖരന്റെ മുത്തശ്ശനാണ് ബാനർജി. ആള് ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചു അത്രേ. കല്യാണത്തിനല്ല, ഈ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്. അതെങ്ങനെയാണ് സമ്മതിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോ മഹ അയാളെ ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്ത്, ഞങ്ങൾ നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, ആരെങ്കിലും വിളിച്ച് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറയുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കാനായിട്ട് പാടുണ്ടോ, ഞങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ബാനർജിയെ മഹ സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ ശേഖറും അനുവും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫസ്റ്റ് ടൈമിൽ തന്നെ അനു അടിച്ച ബോള് ശേഖറിന്റെ മേത്ത് കൊണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരാണ്. ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവള് ആനന്ദിനെ കാണുന്നുണ്ട്. അവന്റെ അമ്മക്ക് വയ്യാതെ ആ ഒരു ഹോസ്പിറ്റലിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അനുവിനോട് ഇപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ ആനന്ദ് പറയാണ്. അമ്മയെ കാണാനായിട്ട് അനു പോകുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് നാഗവല്ലിയെ വെല്ലൻ രംഗണ്ണ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവളും അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അനുവിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് അവള് ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അനുവും ആനന്ദിന്റെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. നാഗവല്ലിക്ക് അതും പറ്റില്ലല്ലോ. അവൾ അടിക്കടിക്ക് ആനന്ദിനെ അവളുടെ അടുത്തേക്ക് വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. അവസാനം ഒരു പല്ലിയെ കണ്ടുവന്ന് നുണ പറഞ്ഞ ആനന്ദിനെ അടുത്ത് വിളിച്ച് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അനുവിനാണ് ഒരു ലുക്ക് കൊടുക്കുന്നത്. അത് അവൾ കരുതി കൂട്ടി ചെയ്തതായിരുന്നു. അന്ന് വീട്ടിൽ വെച്ചിട്ട് എന്താണോ അനു നാഗവല്ലിയോട് ചെയ്തത് അതിന്റെ റിപ്പീറ്റ് വേർഷൻ ആയിരുന്നു ഇത്. അമ്മയെ നോക്കാനായിട്ട് നാഗവല്ലി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആനന്ദിന്റെ പെർമിഷൻ വാങ്ങിക്കൊണ്ട് ഭാനുവിനെ കൂട്ടിക്കൊണ്ടാണ് അനു അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അച്ഛൻ ഭാനുവിനെ കൂട്ടിക്കൊണ്ട് വരുന്നത് കണ്ടപ്പോ ആകെ പേടിക്കുന്നുണ്ട്. ഇനി അമ്മ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ. അതുകൊണ്ട് തന്നെ അച്ഛൻ അത് അവളുടെ ഫ്രണ്ട് ആണെന്ന് നോണ പറയാണ്. എന്നാൽ അനുവിന് നോണ ഒന്നും പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവള് പറയുന്നുണ്ട് ഇത് ഭാനു ആണ്, അമ്മാവന്റെ മകളാണെന്ന്. ആദ്യം അവള് ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അനുവിന് അറിയായിരുന്നു. അച്ഛൻ പറയാണ് ഇവൾ എവിടെ നിർത്തണ്ടാന്ന്, അച്ഛൻ ഭയങ്കര ദുഷ്ടനാണ്, ഐ ഹേറ്റ് മൈ ഫാദർ എന്നൊക്കെ പറഞ്ഞു അവൾ അച്ഛനെ കുറ്റപ്പെടുത്തുന്നത് മഹക്ക് എന്തോ ഇഷ്ടപ്പെട്ടോണ്ട് തന്നെ മഹ ഭാനുവിനെ അവിടെ നിർത്താനായിട്ട് സമ്മതിക്കുന്നുണ്ട്. ഭാനു അവിടെ നിന്ന് പോയതിനു ശേഷം മഹ പറയുന്നുണ്ട് അവരത്ര നല്ല ആൾക്കാരൊന്നല്ല ഈ സൂക്ഷ്യം കണ്ടൊക്കെ നിക്കണം. ആക്ച്വലി മഹയുടെ ചേട്ടനായിരുന്നു ആനന്ദിന്റെ അച്ഛൻ. അനിയത്തിക്ക് ഓരോ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാശ് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ആനന്ദിന്റെ അച്ഛന്റെ പ്രോപ്പർട്ടി മഹ ചോദിക്കാണ്. ഒന്നും ആലോചിക്കാതെ മഹക്ക് അത് അയാൾ എടുത്ത് കൊടുക്കുന്നുണ്ട് പണയം വെക്കാനായിട്ട്. അതിന്നാണ് മഹ ബിസിനസ് തുടങ്ങി വിജയിച്ചത്. അവസാനം ആ ഒരു പൈസ തിരിച്ചു കൊണ്ടുവരാൻ പോയപ്പോഴേക്കും അവളുടെ ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പൈസ തിരിച്ചു കൊടുത്തെങ്കിലും ആ ഒരു ഏഴത്തി അമ്മ, അതായത് ആനന്ദിന്റെ അമ്മ അവളുടെ മുഖത്ത് നോക്കി കഥ കടച്ചിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. ആ ഒരു അപമാനം അവൾക്ക് ഭയങ്കര വലുതായിരുന്നു. അതിൽ പിന്നെ അവള് തിരിച്ചങ്ങോട്ട് പോയിട്ടേ ഇല്ല. അമ്മ ഇതും പറഞ്ഞു പോകുന്നുണ്ട്. അന്ന് അച്ഛൻ അറിയാവുന്ന കഥയും പറയാണ്. മഹയുടെ ചേട്ടൻ ആത്മഹത്യയാണ് ചെയ്തതെന്ന്. അത് മാത്രല്ല ആ ആത്മഹത്യ ചെയ്യുന്ന ദിവസം ഒരുപാട് വട്ടം ആനന്ദിന്റെ അച്ഛൻ അനുവിന്റെ അച്ഛനെ വിളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ആ ഒരു അച്ഛന് ഇപ്പോഴും അറിയില്ല. അതിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്നും അറിയില്ല. ഭാനു ശേഖറിന്റെ ഫോട്ടോ കണ്ടിട്ട് ആളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനുവും ശേഖറും ഭാനുവും തമ്മിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഷോപ്പിംഗ് മാളിലേക്ക് ഭാനുവിനെ കൂട്ടിക്കൊണ്ടാണ് അനു പോകുന്നത്. ഭാനുവിനെ ഒരു കല്യാണത്തിൽ നിന്ന് രക്ഷിച്ചത് അനു ആയിരുന്നല്ലോ. അങ്ങനെ ഈ ഒരു കല്യാണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാനായിട്ട് ഭാനുവിനോട് അനു പറയുന്നുണ്ട്. അവളും അത് ഏറ്റെടുത്തിട്ട് ശേഖറിനെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ടോ ഒരു മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. ശേഖറിന് ഇപ്പൊ ഭാനുവിന്റെ കൂടെ നടന്ന് അവളോടൊരു ഇഷ്ടം തോന്നാണ്. ആ സമയത്ത് ആനന്ദ് ഭാനുവിനെ കാണാനായിട്ട് ആ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് വരുന്നുണ്ട്. അനുവിന്റെ കൂടെ ആനന്ദ് നടക്കുന്നത് ആ ഒരു ലതാന്റി കാണുന്നുണ്ട്. പക്ഷെ ലതാന്റി വേറെ ഒരാളുടെ കൂടെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് അമ്മയോട് എന്തായാലും ലതാന്റി പറയാനായിട്ട് പോകുന്നില്ല. ശേഖറിന്റെ പോക്കറ്റ് അടിച്ച ഒരു കള്ളനെ നന്നായി തന്നെ ഭാനു ഡീൽ ചെയ്യുന്നുണ്ട്.
സമയത്ത് അവളുടെ കോൺഫിഡൻസ് കണ്ട അവനിക്കും അവളോട് വലിയ ഇഷ്ടം തോന്നാണ്. തിരിച്ചു വന്ന ശേഖർ അനുവിനൊന്നും നോക്കുന്ന പോലുമില്ല, ഭാനുവിനെ നോക്കിയിട്ടാണ് പോകുന്നത്. അത് മാത്രല്ല ബാനർജിനെ വിളിച്ചിട്ട് ശേഖർ പറയുന്നുണ്ട്, എനിക്ക് അനുവിനെ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഭാനു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇഷ്ടപ്പെട്ടത്, എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ മതിയെന്ന്. അന്നാ അത് തമാശ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ച മുത്തശ്ശനും മഹക്ക് വിളിച്ച ആ ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ട്. അനുവും ശേഖറും തമ്മിലുള്ള ആ ഒരു കല്യാണത്തിന്. ആനന്ദും അനു ഒറ്റക്കുള്ള ഒരു സമയത്ത് അവര് രണ്ടുപേരും റൊമാൻസിക്ക് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ആനന്ദ് അത് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് അവളോട് ഒരു കഥ പറയുന്നുണ്ട്, ആക്ച്വലി ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന് എന്താണ് കാരണമെന്ന്. മഹ ഈ ഒരു ചേട്ടന്റെ സ്വത്തുക്കളെല്ലാം വാങ്ങിയത് 2 വർഷത്തെ സമയം പറഞ്ഞിട്ടാണ്. 100 ഏക്കർ എന്തോ ഒരു സ്ഥലമുണ്ട്. എന്നാൽ മഹയോട് 4 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു ചേട്ടൻ ജപ്തിയുടെ വക്കിലെത്തിയപ്പോഴാണ് ആ ഒരു പൈസ തിരിച്ചു ചോദിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് മഹ ബിസിനസ്സിലൊക്കെ വിജയിച്ചിട്ടുണ്ടായിരുന്നു, വലിയ വീട് പണിഞ്ഞു, ഓഫീസ് വലുതാക്കി. എന്നിട്ടും ഈ ഒരു കട അവള് വീട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു തിരക്കിൽ അത് അവള് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു പൈസ തിരിച്ചു ചോദിക്കാനായി ചേട്ടൻ ചെന്നപ്പോൾ അവളുടെ പ്രോഫിറ്റ് കിട്ടാനായിട്ട് 2 മാസം സമയം എടുക്കുന്നു. 2 മാസം വെയിറ്റ് ചെയ്യാനായിട്ട് ചേട്ടൻ മഹ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ 2 മാസം കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ആ ഒരു 100 ഏക്കർ ഭൂമി ജപ്തി ചെയ്യുമായിരുന്നു. അത് അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും മഹ ഇതൊന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. 100 ഏക്കർ അല്ലേ, അതിന് പകരം ഞാൻ 200 ഏക്കർ വാങ്ങിത്തരാം, അഭിമാനം ഒന്നും നോക്കണ്ട, അത് അങ്ങനെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ട് മഹ ഒരു വിലയില്ലാതെ ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. പിറ്റേ ദിവസമായിരുന്നു ജപ്തിയുടെ ആ ഒരു ദിവസം. ആനന്ദ് ക്യാരംസ് കളിക്കുന്ന സമയത്ത് ഭാനു ആനന്ദും കൂടിയാണ് കളിച്ചിരുന്നത്. ആനന്ദ് മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നുണ്ട്, ഭാനു വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ട്. അത് കണ്ടിട്ട് അവന്റെ ഇളയ അനിയത്തി കരയാണ്. അമ്മ ഇത് കാണുമ്പോ, നീ നല്ല ഷോട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ഭാനു കരയുന്നത് കൊണ്ടാണെന്നാണ് ആനന്ദ് പറയുന്നത്. എന്നാ ഒരാൾ കരയുമെന്ന് വിചാരിച്ച് നീ മറ്റുള്ള ഒരാളെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? ഭാനു കരഞ്ഞില്ലെങ്കിലും അവിടെ നിന്റെ ഇളയ അനിയത്തി കരഞ്ഞില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് എന്താണോ തൃപ്തി അത് വേണം നമ്മൾ ചെയ്യാൻ. മറ്റുള്ളവർ വിഷമിക്കുന്ന കരുതി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും നഷ്ടം വരാൻ പോകുന്നതെന്ന് അമ്മ അവനെ ഉപദേശിക്കുന്നുണ്ട്. അച്ഛൻ തിരിച്ചെത്തി പൈസ കിട്ടാത്ത കാര്യം ഭാര്യയോടും മകനോടും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഭാര്യ ഒരു പെട്ടിയും കൊണ്ട് അതിൽ പൈസ ആയിരിക്കും ഭർത്താവ് കൊണ്ടുവന്ന പെട്ടിയല്ലേ എന്ന് കരുതി ലോൺ അടച്ചു വീട്ടാനായിട്ട് പോകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അവൾക്കൊരു ലെറ്റർ ആണ് കിട്ടിയത്. അതൊരു ആത്മഹത്യാ കുറിപ്പായിരുന്നു. ആർക്ക് വേണ്ടിയും നമ്മ ഒന്നും സാക്രിഫൈസ് ചെയ്യരുതെന്നും മഹ വിജയിച്ച് കാണാൻ ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തതായിരുന്നു. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് നീ അത് അവസാനിപ്പിച്ചു എന്നും പറഞ്ഞ ദേഷ്യത്തില് അനു അവിടെ നിന്ന് പോകുന്നുണ്ട്. അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നാണ് അവള് വിചാരിക്കുന്നത്. പക്ഷെ എന്തോ ഒരു ഫംഗ്ഷന് മഹ അതിന്റെ കാറ്ററിംഗ് സർവീസ് ആനന്ദിന് കൊടുക്കാണ്. അന്ന് അവര് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ട്. ആനന്ദിനോട് അനു ചെന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പൈസ ഉള്ള വീട്ടിലെ ആൾക്കാരാണെന്നും എനിക്ക് ഈ ഒരു ബന്ധത്തിൽ താല്പര്യമില്ല, എന്താണോ കിട്ടിയത് അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്നും നാഗവല്ലിയെ നോക്കി അവൻ പറയുന്നു. അവനക്ക് ശരിക്കും അനുവിനെ ഇഷ്ടമായിരുന്നു, എന്നാൽ ആ ഒരു പൈസയുടെ വ്യത്യാസം കൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള മടിയായിരുന്നു അവൻക്ക്. ശേഖർ ഇപ്പൊ അവന്റെ വീട്ടില് ഭാനുവിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് അവന്റെ മുത്തശ്ശൻ മഹയെ അറിയിക്കുകയാണ്. ഭാനു തന്റെ മകളുടെ ജീവിതം തകർത്തു എന്ന് പറഞ്ഞ് ഭാനുവിനെ മഹ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അവളെ റൂമിലിട്ട് അടയ്ക്കുകയാണ്. എന്നിട്ട് ഇവരുടെ കല്യാണം നടത്താമെന്ന് അവര് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ അച്ഛൻ പോലും അവൾക്ക് എതിരാണ് നിന്നിരുന്നത്. നിന്നെ ആ ഒരു ഗ്രാമത്തിലേക്ക് അയക്കണ്ടായിരുന്നു എന്നാണ് ആ ഒരു അച്ഛൻ പറയുന്നത്. ആ ഒരു വിഷമത്തില് അനു നേരെ ആനന്ദിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അനുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവൻ തയ്യാറായിരുന്നില്ല. ഇതിനോടകം അനുവിന്റെ അച്ഛൻ അവനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് ഞാൻ ആക്കി തരാം എന്ന് ആനന്ദ് പറയുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് അവളെ എണീറ്റ് പോകാണ്. നാഗവല്ലി ഈ സമയം അവളുടെ അച്ഛനോട് കരഞ്ഞോണ്ട് ഇത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്കാണ് ഇപ്പോ അനു വന്നത്. നാഗവല്ലിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അനുവിനെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് അയാൾ റെഡി ആവാണ്. അനു വീട്ടിലെത്തിയിട്ടില്ല എന്ന് അറിഞ്ഞ ആനന്ദോ അവൾ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. ഒരു പാലത്തിന്റെ അടുത്ത് വെച്ച് കാർ ആക്സിഡന്റ് ആവുന്നുണ്ട്. ഒന്ന് ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പുഴയിലേക്ക് കാറ് പോകുമായിരുന്നു. എന്നാ അനു, നീ എന്നെ സ്നേഹിക്കാതെ ഞാൻ ഇവിടെ നിന്ന് വരില്ല, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു കാർ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേഷ്യത്തില് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ആനന്ദ് ഫൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഡോർ അനുവിനോടുള്ള ദേഷ്യത്തില് ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേടിച്ച അനുവും ആനന്ദിന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൻ ആ ഒരു വീട്ടിലേക്ക് അവളെ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. മഹയുടെ മുന്നിൽ അവളുടെ ഭർത്താവ് നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനു അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഭാനുവിനെയും കൂട്ടിക്കൊണ്ട് അവൻ തിരിച്ചു പോകാണ്. ഇപ്പോഴാണ് അവൻ ആലോചിക്കുന്നത്, അമ്മാവൻ നാണം കെടരുതെന്ന് കരുതിയിട്ട് ഞാൻ അനുവിനെ കരയിപ്പിക്കുകയാണ് ചെയ്തത്. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഒരാളെ കരയിപ്പിക്കരുതെന്ന്. എനിക്ക് എന്താണോ സന്തോഷം അത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചുപോയി അനുവിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. മഹയുടെ മുന്നിൽ വെച്ച് തന്നെ. അങ്ങനെ അവര് രണ്ടുപേരും വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവളുടെ അച്ഛനും അമ്മയും അവളെ സ്വീകരിക്കാനായി ആ ഒരു തറവാട്ടിൽ ഉണ്ടായിരുന്നു. ആക്ച്വലി അനു പോയതിനു ശേഷം മഹക്ക് വയ്യാതാകുന്നുണ്ട്. ആ സമയത്ത് അവള് ചെയ്തത് തെറ്റാണെന്ന് അവള് അക്സെപ്റ്റ് ചെയ്യാണ്.
എന്നാലും എന്റെ മകൾ അങ്ങനെ പോയതിൽ എനിക്ക് നല്ല വിഷമുണ്ടെന്നാണ് മഹ പറയുന്നത്. നിനക്ക് വേണ്ടി നിന്റെ ചേട്ടന്റെ ജീവനാണ് പോയത്, നിനക്ക് അനുവിനെ അവിടേക്ക് കൊടുക്കാൻ പോലും പറ്റില്ലേന്ന് ആ ഒരു ഭർത്താവ് ചോദിച്ചത് അവളുടെ മനസ്സ് മാറി അവള് തിരിച്ചു വരാണ് ചെയ്തത്. ഇപ്പൊ അനു തന്റെ അമ്മയെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആനന്ദിന്റെ അമ്മയോട് അവൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ആനന്ദ് ചോദിക്കുമ്പോ അമ്മയും നീ ചെയ്തത് തന്നെയാണ് ശരി എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാം കോംപ്രമൈസ് ആവുന്നുണ്ട്. നാഗവല്ലി ഇപ്പോഴും അവര് രണ്ടുപേരും ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനെ കല്യാണം കഴിക്കാലോ എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ശേഖറിന്റെ വീട്ടുകാരിപ്പോ ഭാനുവിനെ പെണ്ണ് ചോദിക്കാനായി ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു വീട്ടുകാരെല്ലാവരും സെറ്റ് ആയെന്നുള്ള രൂപത്തില് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്